നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പൂർണ്ണ ഫിറ്റായ നെയ്മർ ജൂനിയറുടെ മികവ് കണ്ട് അന്താളിച്ചിരിക്കുകയാണ് സാന്റോസിലെ സഹതാരങ്ങൾ എന്ന റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമം പുറത്തുവിടുന്നു. അതോടൊപ്പം കോച്ച് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിലേക്ക് അടുത്ത കോളപ്പിൽ നെയ്മറെ പരിഗണിക്കും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഏത് പൊസിഷനിൽ കളിപ്പിക്കും, അതിൻ്റെ ചില സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നു. ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. സാന്റോസിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഒരു മിഡ്ഫീൽഡർ ആൻഡ് പ്ലേ മേക്കർ എന്ന രൂപത്തിലാണ് കളിച്ചത്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് മുന്നേറ്റത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു, മധ്യനിരയിലും അദ്ദേഹത്തെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷേ പ്ലേ മേക്കർ റോളിലാണ് അദ്ദേഹം കളിച്ചത്. ഈ സെയിം പൊസിഷനിലാണ് ടിറ്റയുടെ കാലയളവിൻ്റെ അവസാന ഘട്ടത്തിൽ നെയ്മർ കളിച്ചത്. 2022 വേൾഡ് കപ്പിലും നെയ്മർക്ക് അതേ പൊസിഷനാണ് ടിറ്റ കൊടുത്തത്. തീർച്ചയായിട്ടും അതേ പൊസിഷനിൽ കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ നെയ്മർ ജൂനിയർ കളി തുടരാനാണ് സാധ്യത. ടിറ്റ എവിടെ കളിപ്പിച്ചുവോ നെയ്മറെ, ആ പൊസിഷനിൽ തന്നെ ആഞ്ചലോട്ടി അദ്ദേഹത്തെ കളിപ്പിക്കും എന്നാണ് ഗ്ലോബോ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സാന്റോസിലെ ടീംമേറ്റ്സ്, അതുപോലെ അവിടുത്തെ മറ്റ് പ്ലെയേഴ്സ് ഒക്കെ നെയ്മറെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. നെയ്മർ ക്ലബ്ബിൽ തുടരുകയാണ് എന്ന് തീരുമാനിച്ചതോടുകൂടി നെയ്മർക്ക് വേണ്ടി കാര്യങ്ങൾ റെഡിയാക്കാൻ അവരൊക്കെ പൂർണ്ണ സജ്ജരാണ്. നെയ്മറെ അടുത്ത വേൾഡ് കപ്പിന് ഒരുക്കണം, അവിടെ ചാമ്പ്യനാക്കണം, അതാണ് ഉദ്ദേശം. നെയ്മറുടെ പെർഫോമൻസ് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ ഡിപ്പോർട്ടീവോ ഫെറോവിയയ്ക്കെതിരെയുള്ള ആ മത്സരം അത് വളരെ അധികം ആവേശമാണ് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെല്ലാം വളരെ ഇംപ്രസ്ഡ്. അതുപോലെ തന്നെ അത് സഹതാരങ്ങളിൽ മാത്രമല്ല കോച്ചുമാരിലും ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നെയ്മറുടെ ഈ മികവ് കണ്ട് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.